ലാസ്റ്റ് ഡേ വർക്ക് കഴിഞ്ഞ് ഞാനും ഡേയ്സും ഒന്ന് നടക്കാൻ ഇറങ്ങിയപ്പോൾ കണ്ടൊരു വ്യൂ ആണ്. എന്ത് ഭംഗിയാണല്ലോ, സൺസെറ്റും ആ ലേക്കും എല്ലാം കൂടെ കാണാൻ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ഗ്രോസറി ഷോപ്പിങ്ങിന് പോയി കേട്ടോ. അപ്പോൾ അവിടെ ഇതേ മാംഗോസ്, പല ടൈപ്പ് ഓഫ് മാംഗോസ് ഉണ്ട്. അൽഫോൺസോ മാംഗോ, പിന്നെ കേസർ മാംഗോ, അതുപോലെ ഒരു സ്പെഷ്യൽ വെറൈറ്റി ഉണ്ട് തായ്ലൻഡ് മാംഗോ. അപ്പോൾ ഈ മാംഗോസ് ആക്ച്വലി ഇവിടെ അത്യാവശ്യം വിലയാണ്. ഞങ്ങളങ്ങനെ വാങ്ങിക്കാറേ ഇല്ല. നാട്ടിലാണെങ്കിൽ നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ. ഞങ്ങളിങ്ങനെ കുറേ ആലോചിച്ചു, കഴിച്ചാലോ വാങ്ങിച്ചാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അവസാനം ആ ചേട്ടൻ ഞങ്ങൾക്ക് ഒരു ചെറിയ ഡിസ്കൗണ്ടൊക്കെ തന്നു. എന്തായാലും ഞങ്ങളിത് ഈ ഒരു ബോക്സ് എടുത്തു. ഈ ബോക്സിൽ 6 മാംഗോസ് ഉണ്ട്. അതിൻ്റെ പ്രൈസ് ശരിക്കും 14 പൗണ്ട്സ് ആണ്. പുള്ളി ഞങ്ങൾക്ക് 12 പൗണ്ട്സിന് തന്നു. വീട്ടിൽ വന്ന് കഴിച്ചു നോക്കിയപ്പോൾ നല്ല സ്വീറ്റ് മാംഗോസ് കേട്ടോ. ഞങ്ങൾ തായ് മാംഗോസാണ് വാങ്ങിച്ചത്. ഈ കാണുന്നത് നാട്ടിൽ എൻ്റെ വീട്ടിലുണ്ടായ മാംഗോ ആണ്. അപ്പം മമ്മി കഴിഞ്ഞ ദിവസം ഈ ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തന്നിരുന്നു. അപ്പോൾ തൊട്ട് ഞങ്ങൾക്ക് മാംഗോ കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എനിവേ ഞങ്ങളത് വാങ്ങിച്ചു. അപ്പോൾ ജസ്റ്റ് ഷെയർ ചെയ്യുന്നുള്ളൂ. ഇവിടെ നമുക്ക് ഇന്ത്യൻ ഗ്രോസറി ഷോപ്സിലൊക്കെ മാംഗോസ് കിട്ടും കേട്ടോ. അപ്പോൾ എനിക്ക് കുറേ പ്ലാനുകളുണ്ട്. മാംഗോ ചിയ പുഡിംഗ് ഉണ്ടാക്കണം, ബേസിന് മാങ്ങാപ്പുളിശ്ശേരി വേണം, അങ്ങനെയുള്ള പ്ലാൻസൊക്കെ ഉണ്ട്. 6 മാംഗോസും ഉണ്ട്. എനിവേ നമുക്ക് നോക്കാം ഇത് വെച്ച് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന്.